നമസ്കാരം. ന്യൂ വിഷൻ വാർത്തയിലേക്ക് സ്വാഗതം. പുറത്തൂരിലെ കുടിവെള്ള പ്രശ്നം. ഭാരതപ്പുഴയിലെ പ്രധാന കിണറ്റിലെ ജലലഭ്യത കുറഞ്ഞു വരുന്നു. ശാശ്വത പരിഹാരത്തിന് വേണ്ടി ഭരണസമിതി. പുറത്തൂർ പഞ്ചായത്തിലെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കുടിവെള്ളക്ഷാമം. പുറത്തൂരിലേക്ക് വെള്ളം എത്തിക്കുന്ന പ്രധാന ജലസ്രോതസ്സായ ഭാരതപ്പുഴയിലെ കിണറ്റിലെ ജലലഭ്യത കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ അഴിമതിയും ചോർച്ചയുമാണ് ഈ സാഹചര്യത്തിന് പ്രധാന കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മാത്രമല്ല, വരാൻ പോകുന്ന വേനലിൽ ഈ സ്ഥിതി രൂക്ഷമാവുകയും ചെയ്യും. ഇതിന്റെ പരിഹാര പ്രവർത്തനങ്ങളുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് പുറത്തൂരിലെ പുതിയ ഭരണസമിതി. ഇരുഭാഗവും വെള്ളത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പുറത്തൂരുകാർ ഏറെക്കാലമായി അനുഭവിക്കുന്ന ഒന്നാണ് ശുദ്ധജലക്ഷാമം. അതിനാൽ എല്ലാവരുടെയും ഒരേയൊരു ആശയം പഞ്ചായത്തിന്റെ കീഴിലുള്ള ശുദ്ധജല വിതരണ കണക്ഷനുകളാണ്. എന്നാൽ ഈ പഞ്ചായത്തിലെ 4000 ഉപഭോക്താക്കളിൽ 3000 പേർക്കും ജലം ലഭ്യമാക്കാനുള്ള പദ്ധതിയാണ് ചമ്രവട്ടത്തിനും പെരുന്തല്ലൂരിനും ഇടയിൽ ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ചെകുത്താങ്കുണ്ടിൽ പണിത വലിയ കിണറ്റിൽ നിന്നും പൈപ്പ് ലൈൻ വഴി വെള്ളമെത്തിച്ച് എടക്കനാട് മാമന്റെ പറമ്പിൽ സ്ഥാപിച്ച 2 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള വലിയ ടാങ്കിലേക്ക് വെള്ളമെത്തിച്ച് ഫിൽട്ടർ ചെയ്ത് വിതരണം ചെയ്യുന്ന ഈ പദ്ധതി. ഇത് സ്ഥാപിച്ചത് അന്ന് ആദ്യമായി ഭരണത്തിൽ വന്ന UDF ഭരണസമിതിയായിരുന്നു. എന്നാൽ 2015 മുതൽ അധികാരത്തിലിരുന്ന LDF ഭരണസമിതി ഈ പദ്ധതിയിൽ തുടർ പ്രവർത്തനങ്ങളോ കാലാനുസൃതമായ അപ്ഡേഷൻ വർക്കുകളോ നടത്തിയിരുന്നില്ല. LDF സർക്കാർ തുടങ്ങിവെച്ച ജൽജീവൻ മിഷൻ എന്ന കുടിവെള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള എല്ലാ പ്രാദേശിക ജലവിതരണ പദ്ധതികൾക്കും ഫണ്ട് മാറ്റിവെച്ചിരുന്നില്ല എന്നായിരുന്നു LDFന്റെ വാദം. ഇത് സാധാരണക്കാരിൽ കൂടുതൽ പ്രതിഷേധത്തിന് ഇടയാക്കുകയായിരുന്നു. ഇപ്പോൾ അധികാരത്തിൽ വന്ന UDF ഭരണസമിതിക്ക് മുന്നിൽ വെച്ച നാട്ടുകാരുടെ പ്രധാന ആവശ്യം അവർക്ക് കിട്ടാക്കനിയായി തുടരുന്ന കുടിവെള്ളക്ഷാമമാണ്. ഈ സാഹചര്യത്തിലാണ് വരാൻ പോകുന്ന വേനലിന് മുമ്പ് ഈ പ്രശ്നം പരിഹാരത്തിനായി UDF നേതൃത്വം മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഇതിനായി കിണർ റീചാർജിംഗ് പ്രവർത്തനങ്ങൾ UDF തുടങ്ങിവെച്ചു. പുതുതായി 2 മോട്ടോറുകൾ സ്ഥാപിച്ചുകൊണ്ടുള്ള കിണർ റീചാർജിംഗ് പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ ദിവസം ഈ മോട്ടോർ സ്വിച്ച് ഓൺ കർമ്മം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജസ്ന ബാനു നിർവഹിച്ചു. ഗ്രാമ വൈസ് പ്രസിഡന്റ് TP പ്രഭാകരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P സാദിഖ് അലി ബാപ്പു, വികസനം ST കമ്മിറ്റി അധ്യക്ഷ ഷമീന നാലകത്ത്, മറ്റു മെമ്പർമാരായ സരസ്വതി ടീച്ചർ, ഹുസൈൻ പൂന്തേരി, വിനീത തെയ്യത്ത്, ജുനൈനത്ത്, സുഹറ തോട്ടുങ്ങൽ, പ്രദീപ് ചാലിൽ, UDF നേതാക്കളായ സദക്ക് നാലകത്ത്, ഷംഷീദ് മുത്തു, ഷിഹാബ്, അർസൽ, മജീദ് എന്നിവരും സന്നിഹിതരായിരുന്നു. ന്യൂ വിഷൻ ന്യൂസ്, പെരുന്തല്ലൂർ.